പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത്രേ പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും കടുത്തുരുത്തിൽ ഇതാ ജോസ് കെ മാണി മത്സരിക്കാൻ പോകുന്നു എന്നൊരിക്കലും കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാവിന് പറയാൻ കഴിയില്ല. പക്ഷേ അണികൾക്ക് അങ്ങനെ ഒരു കൃത്യമായ സന്ദേശം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? തീർച്ചയായും അണികൾക്ക് അത്തരമൊരു സന്ദേശം പങ്കുവെക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നമുക്കറിയാം, ഈ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം നേരിടുന്ന ഒരു പ്രതിസന്ധിയിൽ ഒന്ന്, പാർട്ടി ചെയർമാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ എത്താൻ കഴിഞ്ഞില്ല. അതേസമയം റോഷി അഗസ്റ്റിനുണ്ട്. ഇത് പാർട്ടിക്ക് അതൊരു ആഭ്യന്തര പ്രശ്നവും ഒരു അധികാര തർക്കവും പോലും ഇടവെക്കുമോ എന്നൊരു ആശങ്ക പൊതുവിലുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു രാഷ്ട്രീയ പരീക്ഷണത്തിന് ഒരുങ്ങുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അത്തരമൊരു നീക്കത്തിൻ്റെ പ്രസക്തി ഏറെ വലുതാണ്. അണികൾക്ക് ആ സന്ദേശം പോയി കഴിഞ്ഞിട്ടുണ്ട്. പാലയ്ക്ക് പകരം ഇത്തവണ കടുത്തുരുത്തി കേന്ദ്രീകരിച്ചു തന്നെ കേരള കോൺഗ്രസിൻ്റെ ജോസ് കെ മാണിയുടെ നീക്കങ്ങൾ അത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ സ്വഭാവം നൽകുന്ന രീതിയിലുള്ള കുടുംബയോഗങ്ങളും മറ്റുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. ഒരുപക്ഷെ ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കമെന്ന വാദം അവർക്ക് മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ അതല്ല സംഭവിക്കുന്നത്. ഈ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായ നീക്കമുണ്ട്. കഴിഞ്ഞ ദിവസം ഈ കടുത്തുരുത്തി നിയമസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായ കുറവലങ്ങാട് നടന്ന സയൻസ് സിറ്റി, ആ ഉദ്ഘാടന ചടങ്ങിൽ യഥാർത്ഥത്തിൽ അത് ജോസ് കെ മാണിയാണ് അവിടെ നിറഞ്ഞു നിന്ന വ്യക്തി. അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുന്ന ജോസ് കെ മാണിയുടെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ എം പി എന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് എന്ന അവകാശവാദം ഉണ്ടെങ്കിൽ കൂടിയും കുറവലങ്ങാട് ആ വേദിയിലടക്കം അത്തരമൊരു രാഷ്ട്രീയ സാധ്യത ഉപയോഗപ്പെടുത്തുക ജോസ് കെ മാണിയുടെ തന്ത്രമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ നീക്കം വളരെ പ്രകടമാണ്. ഒരു കാര്യം ഉറപ്പാണ്, മോൻ ജോസഫും ജോസ് കെ മാണിയും നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു വിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് തന്നെയാവും അവർ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേദിയാവും. ശരിയാണ് ശ്രീജിത്ത്. ഇപ്പോൾ പാലായിൽ നിന്ന് ജോസ് കെ മാണി കടുത്തുരുത്തിയിലേക്ക് വരുമ്പോൾ പകരം പാലായിൽ ആര് എന്നുള്ള ചോദ്യവും ഉയർന്നിട്ടുണ്ടല്ലോ. റോഷി അഗസ്റ്റിൻ പാലായിലേക്ക് വരുമെന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ ഒക്കെയുണ്ട്. പക്ഷേ റോഷി ക്യാമ്പുകൾ അത് നിഷേധിക്കുകയാണ്. ഇടുക്കിയിൽ തന്നെയാണ് മത്സരിക്കാൻ പോകുന്നത് എന്ന രീതിയിൽ തന്നെയാണ് റോഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾ പറയുന്നത്. അത്തരമൊരു ചർച്ചകൾ എത്രത്തോളമുണ്ട് പാലായിൽ പകരം ആര് എന്നുള്ള കാര്യത്തിൽ? തീർച്ചയായും അങ്ങനെ ഒരു ചർച്ചയും സജീവമാണ് മഞ്ജുഷ. നമുക്ക് ലഭ്യമാകുന്ന വിവരം അങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് റോഷിയെ സംബന്ധിച്ച് റോഷി ചക്കാമ്പുഴക്കാരനാണ്. അതായത് പാലാ നിയോജക മണ്ഡലത്തിലാണ് റോഷിയുടെ വീടുള്ളത്. ഇടുക്കി മണ്ഡലമാണെങ്കിൽ പോലും അദ്ദേഹം ഏറെ സമയം പല പദ്ധതികളടക്കം കുടിവെള്ള പദ്ധതികളടക്കം പാലാ കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധയും ചെലുത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് ജോസ് കെ മാണിയെക്കാട്ടിലും ഒരുപക്ഷെ റോഷി അഗസ്റ്റിൻ പാലായിൽ മത്സരിക്കുകയും കടുത്തുരുത്തിയിൽ ജോസ് കെ മാണി മത്സരിക്കുകയും ചെയ്താൽ ഈ രണ്ട് സീറ്റുകളും പിടിച്ചെടുക്കാം. ഫലത്തിൽ ഈ രണ്ട് സീറ്റുകളും കേരള കോൺഗ്രസിന്റെ മഞ്ജുഷി, കേരള കോൺഗ്രസിന്റെ തട്ടകം അല്ലെങ്കിൽ പാലാ ഹൃദയമാണ് എന്നൊക്കെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി പറയുകയും അവിടെ മത്സരിക്കുകയും ചെയ്തത്. പക്ഷേ ഹൃദയവും നഷ്ടപ്പെട്ടു. അപ്പുറത്ത് തട്ടകമായ കടുത്തുരുത്തിയും ഫലത്തിൽ UDF കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ രണ്ടും തിരിച്ചു പിടിക്കാൻ ഈ ഒരു സ്ട്രാറ്റജി ഗുണം ചെയ്യും. അതായത് റോഷിക്കും പാലയിൽ വലിയ സ്വാധീനമുണ്ട്. യുവജന പ്രസ്ഥാനത്തിലൂടെയൊക്കെ അവിടെ കാര്യമായി പ്രവർത്തിച്ചു. വീട് ഇരിക്കുന്ന സ്ഥലം എന്നുള്ള നിലയിലും വലിയ പ്രവർത്തനങ്ങൾ, സർക്കാരിന്റെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ വലിയ ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി. ഇങ്ങനെ ഇതൊരു ദീർഘകാല പദ്ധതിയായി ഫലത്തിൽ അവതരിപ്പിക്കുകയാണ് എന്ന നീക്കമുണ്ട്. എന്തായാലും നിലവിൽ ഭാഗം പറയുന്നത് റോഷി ഇടുക്കി വിടില്ല എന്നുള്ളതാണ്. പക്ഷേ റോഷിക്കും ഇടുക്കിയെക്കാട്ടിൽ കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള ഒരു സീറ്റ് അത് പാലയാണ് എന്ന തരത്തിലുള്ള ചർച്ചയുണ്ട്. പ്രത്യേകിച്ച് ഇടുക്കി ഒരു UDFന് കഴിഞ്ഞ തവണ അട്ടിമറിയിലൂടെ ജയിച്ചു എങ്കിൽ പോലും, ഫ്രാൻസിസ് ജോർജിനെ അട്ടിമറിച്ച് ജയിച്ചു എങ്കിൽ പോലും അതിനേക്കാൾ കുറച്ചുകൂടെ സേഫ് സീറ്റ് പാലയാണ് എന്ന തരത്തിലുള്ള ചിന്തയുണ്ട്. അത് സംഭവിക്കാനുള്ള സാധ്യത